നീണ്ട ഇടവേളയ്ക്ക് ശേഷം KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്ത ഡോക്ടർ ശശി തരൂർ MP. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള AICC നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഡോക്ടർ ശശി തരൂർ യോഗത്തിനെത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഗുഡ് ഈവനിംഗ്. ശശി തരൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില വിമർശനങ്ങൾ പാർട്ടി പ്രവർത്തകർ തന്നെ, നേതാക്കന്മാർ തന്നെ ഉന്നയിച്ചിരുന്നു. പല കാര്യങ്ങളിലും പലരെയും അനുകൂലിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഡോക്ടർ ശശി തരൂർ അകന്നു പോകുന്നു എന്ന ഒരു പരാതിയും ആശങ്കയും ഒക്കെ പങ്കുവച്ചവരുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമാകുന്നുണ്ടോ ശശി തരൂർ ഇന്ന് ഈ ഒരു രാഷ്ട്രീയ കാര്യസമിതിയിൽ വന്ന് പങ്കെടുത്തത്? നാളുകളായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി പിണക്കത്തിലായിരുന്നു ശശി തരൂർ. ആ പിണക്കം മാറുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സഹകരിച്ചു പോകാൻ ശശി തരൂർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹിളാ സാഹസ് യാത്രയുടെ സമാപന ചടങ്ങിൽ ശശി തരൂർ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും, പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു. ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു കോൺഗ്രസിന്റെ ഒരു പൊതുവേദിയിൽ ശശി തരൂർ ആ നിലയിൽ പങ്കെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറമാണ് രാഷ്ട്രീയകാര്യ സമിതി, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം ഉൾപ്പെടുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കൂടി പങ്കെടുക്കുന്നതോടുകൂടി ശശി തരൂരും കേരള നേതാക്കളും തമ്മിലുള്ള പിണക്കം തീരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് വിടുന്നു ശശി തരൂർ എന്നതുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇടക്കാലത്ത്. പിന്നീട് ആ ചർച്ചകൾ മുന്നോട്ട് പോയില്ല. അതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം, കേരളത്തിലെ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും നിലയിൽ ശശി തരൂരിനെ അനുനയിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു. ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വത്തിന് ആ നിർദ്ദേശമായിരുന്നു നൽകിയത്. പക്ഷേ അതിനൊടുവിൽ പാർട്ടിക്ക് വഴങ്ങുകയാണ് ശശി തരൂർ. ഈ നേരത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെക്കാനും കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ദേശീയ നേതൃത്വം തന്നെ ശശി തരൂരിനോട് നിർദ്ദേശിച്ചു. ദേശീയ നേതൃത്വമാണ് ഈ പിണക്കത്തിന്റെ കാലയളവിൽ തരൂരുമായി സംസാരിച്ചത്. അതിനൊടുവിലാണ് ശശി തരൂർ വഴങ്ങുകയും ചെയ്തത്. ഇന്നത്തെ നിർണായക രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പാർട്ടിയുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും നിർണായകമായ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഇപ്പോൾ KPCCയിൽ തുടരുന്നത്. അതിലാണ് ലോങ് ബ്രേക്കിന് ശേഷം ഡോക്ടർ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഒരു മുന്നോടിയായാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം പങ്കെടുത്തത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.